ലാല ലല്ലലല്ലലാല ലല്ലലല്ലലാല ലല്ലലല്ലലാ. ഓ കുളി വീണു. ലാല ആ ദേമ്മേ ബിച്ചു വരുന്നുണ്ട്. വന്നു. എവിടെ പോയി കിടക്കുന്നു? കൊറേ നേരമായാലും പോയിട്ട്. ആ സതീശന്റെ പിള്ളേരിപ്പോ വരും. അവൻ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ മനുഷ്യ. എനിക്ക് അങ്ങനെ പറയാം. ആ പിള്ളേര് വരുമ്പോ എന്തെങ്കിലും തിന്നാൻ കൊടുക്കണ്ടേ? വെറുതെ വിട്ടാൽ എങ്ങനെയാ? എന്താ എല്ലാവരുടെ മുഖത്തൊരു ഗൗരവം? അത് മോനെ ബിച്ചു, ഞാൻ പറഞ്ഞതല്ലേ, ആ സതീശന്റെ മക്കൾ ഇന്ന് വരുന്നുണ്ട്. അതിനെന്താ മാമ, അതിനല്ലേ ഞാൻ ഈ ഓറിയോ ബിസ്ക്കറ്റ് ഒക്കെ മേടിച്ചിട്ട് വന്നത്. നമ്മളെ കുഞ്ഞാറ്റ ടീംസും അല്ലേ, അവര് വരട്ടെ. ആ അത് നന്നായി. പക്ഷെ മോനെ കറിക്കൊന്നുമില്ല. മോൻ പോയി വേഗം എന്തെങ്കിലും മീൻ പിടിച്ചിട്ട് വാ. ബിച്ചു ചൂണ്ടിടാൻ ഞാനും വന്നോട്ടെ കൂടെ. ആ വരുന്നതൊക്കെ കൊള്ളാം, എന്നെ ശല്യപ്പെടുത്താൻ നിൽക്കരുത്. ആ ചൂണ്ട ഇങ്ങോട്ട് താ മാമ. വരും എന്നിട്ട് മനുഷ്യനെ വിട്ട് പേടിപ്പിക്കും മുതലാമാന്നൊക്കെ പറഞ്ഞിട്ട്. വേണമെങ്കിൽ വാ, ഞാൻ പോണു. ഓ അത്രയ്ക്ക് ഡിമാൻഡ് ആണെങ്കിൽ ഞാൻ വരുന്നില്ല. ആ ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ പോട്ടെ. നന്നായി. അങ്ങനെ ഇപ്പൊ ഒറ്റയ്ക്ക് പോണ്ട. ഇതാ ഞാൻ പറഞ്ഞത്, ബിച്ചുവിന് ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഇതൊക്കെ എടുക്കണമെങ്കിൽ ഞാൻ തന്നെ കൂടെ വരണം. പിന്നെ ഓർമ്മയില്ലായിട്ടൊന്നുമല്ല, എനിക്കറിയാൻ വരണ്ടെന്ന് പറഞ്ഞല്ലേ നീ വലിഞ്ഞേറി വരുന്നു. എന്റെ ബുദ്ധി കൊണ്ടാ കഴിഞ്ഞ തവണ മുതല വന്നപ്പോ നമ്മ രക്ഷപ്പെട്ടത്. അത് മറക്കണ്ട. ഓ എന്നാ ബുദ്ധിമതി വാ. ആ വരുമല്ലേ. ഈ ബിച്ചുവിന്റെ പാട്ട് റൂബി, ഇവിടെ ഒരു മീനുമില്ല. നമുക്ക് അപ്പുറത്തേക്ക് മാറി നിൽക്കാൻ വാ. ഞാൻ പറഞ്ഞില്ലേ, പാട്ട് പാടി അവിടുത്തെ മീനൊക്കെ ഓടിച്ചു. ഇനിയെങ്കിലും മിണ്ടാതെ നിൽക്കും. ഓ ശരി, ഇയാള് വലിയ പാട്ടുകാരിയാണല്ലോ. ഞാൻ പാട്ട് പാടുമ്പോ മീൻ മാത്രമേ ഓടുള്ളൂ. റൂബി പാട്ട് പാടുമ്പോ പാടത്ത് നിൽക്കുന്ന പശു വരെ ഇറങ്ങി ഓടാറുണ്ട്. പിന്നെ ഗോപുമാമന്റെ വീട് എത്താറായോ കാതർക്ക? നിങ്ങൾ എന്തിനാണ് മക്കളെ ഈ പുഴയെ കൂടെ വരാൻ നിന്നത്? അയ്യോ ഈ മുതൽ എപ്പോ നോക്കിയാലും ഇവിടെ ഉണ്ടല്ലോ, മനുഷ്യരെ പേടിപ്പിക്കാനായിട്ട്. ഈ മുതൽ എന്താ എപ്പോഴും നമ്മ വരുമ്പോ വരുന്നത്? ഞാൻ പിടിക്കുന്ന മീനെ പിടിക്കാൻ വരുന്നതാ, കള്ളം മുതല. അങ്ങനെ നീ എന്റെ മീനെ തിന്നണ്ട, വേറെ എവിടെയെങ്കിലും പോടാ. അതിന് മീനൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ആ ഇപ്പൊ കിട്ടും, ഭാഗ്യമൊന്നും കിട്ടാതിരുന്നത്. അല്ലെങ്കിൽ ആ മുതല കൊണ്ടുപോയാനിപ്പൊ. എവിടെ ഒന്നും കിട്ടണില്ലല്ലോ പറഞ്ഞ പോലെ. എവിടെ? ആ ചൂടവ കിട്ടി. ഇങ്ങോട്ട് വാടാ, കടത്ത് കളിക്കാതെ. കമോൺ കമോൺ കമോൺ. ഇതെന്താ പള്ളത്തി കുഞ്ഞു? പള്ളത്തി എങ്കിൽ പള്ളത്തി, നമുക്ക് കിട്ടിയത് ഭാഗ്യം. ഇതിനെ തന്നെ നോക്കി ആ മുതലേ വന്നത്. ശരിയാ, ആ മുതല പോയത് ഭാഗ്യായി. അല്ലെങ്കിൽ മീനെ മുതല കൊണ്ടുപോയാനെ. അത് തിരിച്ചു വരേലും പറഞ്ഞതിനൂടെ പിടിക്കാൻ വാ. നിങ്ങൾ ബസ്സിന് വരുന്നതായിരുന്നു മക്കളെ നല്ലത്. അയ്യോ പഠിച്ചോനെ, അയ്യോ ഇതൊക്കെ കൊണ്ടാ മക്കളെ ഞാൻ പറഞ്ഞത്, വെള്ളത്തിൽ കൂടെ വരുന്നത് അപകടമാണെന്ന്. ഇപ്പൊ ആർക്കുട്ടിക്കാരനാ കാതർക്ക? ഞങ്ങള് ബസ്സിന് വരാൻ നിന്നതാ. അതാരാ കാതർക്കളെ വഞ്ചി കയറി എഴുതുന്നത്? നിങ്ങൾ വഞ്ചിക്കാണ് വന്നത്? ഒന്നും പറയണ്ട മോനെ ബിച്ചു, നിങ്ങളെ വീടും ചോദിച്ച് കയറിയതാ കാലത്ത്. ഞങ്ങള് ബസ്സിന് വരാനിരുന്നതാ ബിച്ചു മോനെ. അപ്പോഴേ ഇപ്പൊ ആർക്കുട്ടി പറഞ്ഞത് വഞ്ചിയില് പോവാന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? മുതല വന്ന് പേടിപ്പിച്ച് ഉണ്ടായിരുന്ന ഡയറി മിൽക്കും കൊണ്ടുപോയി, എല്ലാം പോയി. അയ്യോ അത് നഷ്ടായല്ലോ. ഞങ്ങള് മുതലിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നു. ഈ കാതറൊക്കെ ഉണ്ടായോണ്ട് രക്ഷപ്പെട്ടത്. ശരി കാതറക്കാന്നാ. അപ്പൊ ഡയറി മിൽക്കൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു, അത് മുതല് കൊണ്ടുപോയതല്ലേ. ഈ ബാക്കിയുള്ള മഞ്ജൂലി മുതല കൊണ്ടുപോയതിന് മുമ്പ് നിങ്ങളുടെ കേറ്റാനി കുട്ടി. ഓ എന്റെ മീനിപ്പൊ തന്നെ മുതല കൊണ്ടുപോകാൻ നോക്കിയതാ, ഞാൻ ഓടിച്ചതിന് ദുഷ്ടൻ. ആ ശരിയാ കുഞ്ഞാട്ടി, ഞങ്ങളിവിടെ മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ മുതല വന്ന് ഞങ്ങളെ പേടിപ്പിച്ചു. ഞങ്ങൾ അതിനെ ഓടിച്ചു. അത് ഇവിടുത്തെ സ്ഥിരം മുതലയാ, കാതർക്കൊക്കെ അറിയാലോ. ആ അറിയാ, നമ്മളെല്ലാ ദിവസവും കാണണല്ലേ ഓനെ. അപ്പൊ മോനെ ബിച്ചു, എൻ്റെ മാമനോട് പറയണം, പോകുമ്പോ ഈ പിള്ളേരൊക്കെ ബസ്സിന് പറഞ്ഞേക്കണം, വഞ്ചിയിലൊന്നും പറഞ്ഞേക്കരുത്. അത് റിസ്ക്കാണ്, റിസ്ക്. അപ്പൊ നമ്മൾ പോട്ടെ മക്കളെ. മോനെ ബിച്ചു പോണ്ടാ? ആ ശരി, അതൊക്കെ ഞാൻ മാമനോട് പറയാം. ഓ ആ മുതൽ ഇനി എപ്പോഴാണോ വരുന്നത്? എന്തായാലും ഇവിടെ നിന്ന് പോയേക്കാം. എല്ലാരും വാ, നമുക്ക് പോകാം. ഒരു മീനെങ്കിൽ ഒരു മീൻ കിട്ടിയതായി. വേഗം വീട്ടിലെത്താൻ നോക്കാം, അല്ലെങ്കിൽ ഈ മീനും കൂടി ആ മുതല കൊണ്ടുപോകും. വാ റൂബി, എല്ലാവരോടും വരാൻ പറയും. ആ അത് ശരിയാ, എല്ലാവരും വാ, വേഗം പോവാം. അച്ഛനവിടെ നിങ്ങളെ നോക്കിയിരിപ്പുണ്ട്. ആ ശരി, വാ പോകാം. അനുമോളെ, അമ്മുകുട്ടി, പാറു, വാ പോകാം. എന്താ മോനെ ബിച്ചു, മീനൊന്നും കിട്ടിയില്ലേ? മീൻ കിട്ടിയതാ കണ്ടില്ലേ, ഒരെണ്ണം കിട്ടിയുള്ളൂ മാമ. ഒരെണ്ണോ? ആ സതീശന്റെ പിള്ളേരിപ്പോ വരുമല്ലോ, ഞാനിനി എന്ത് ചെയ്യും? സതീശന്റെ പിള്ളേര് ഞങ്ങളെ കൂടെ വരുന്നുണ്ട് അച്ഛാ. നിങ്ങളെ കൂടെയോ? അതെങ്ങനെ? അപ്പൊ അവര് പുഴയിലൂടെയാണോ വന്നത്? ഞങ്ങള് വഞ്ചിയിലാ വന്നത് മാമ. മുതലേ കണ്ട് പേടിച്ചു. എന്ത് വലിയ മുതലാണോ കുഞ്ഞാറ്റെ? അയ്യോ കഷ്ടമായല്ലോ. ഞങ്ങളെ ഡയറി മിൽക്ക് കൊണ്ടുപോയാ മുതല. അത് സാരമില്ല, ബിച്ചുവിടെ കൊറേ ഡയറി മിൽക്ക് മേടിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയായിരുന്നു
ബിച്ചൂടെ ഡയറി മിൽക്കൊക്കെ മേടിച്ച് വെക്കൂന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. അമ്മ ഞങ്ങൾ എടുത്ത് വെക്കാം ആന്റി. ആന്റി ഞാൻ കൊണ്ടൊന്ന് ഓറിയോണ്ട് ഇവർക്ക് ആന്റിയുടെ സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കി കൊടുക്ക്. ഇവര് ഞെട്ടട്ടെ. ഓറിയോ കേക്കെങ്കിൽ ഓറിയോ കേക്ക് വേഗം താ. നല്ല വിശപ്പ്. ഈ മഞ്ച് കൂടി ചേർത്ത് ഞങ്ങൾക്കൊരു കേക്ക് ഉണ്ടാക്കി താ ആന്റി. ആ ചേർക്കാം. മഞ്ചും ചേർക്കാം, ഡയറി മിൽക്കും ചേർക്കാം, ഓറിയും ചേർക്കാം. നല്ല ടേസ്റ്റ് വന്നോട്ടെ. ആ അങ്ങനെയാണെങ്കിൽ എനിക്കും വേണം. ടേസ്റ്റ് കൂടി ഇവിടെ ആർക്കും തികയില്ല. അതാ ഇവിടുത്തെ കുഴപ്പം. എനിക്ക് വേണം. ആ ഇന്നായിരിക്കും തികയാതെ വരില്ല. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതേ 3 ലെയർ കേക്കാ. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടം പോലെ കിട്ടും. നോക്കിക്കോ. 3 ലെയർ കേക്കോ? അത് പൊളിക്കും. നോക്കട്ടെ. എങ്കിൽ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാക്കി ആന്റി. ഇന്നൊരു കലക്കും. 3 ലെയർ കേക്ക് ആയിരിക്കുമ്പോ കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ? ആ നല്ല ഭംഗിയായിരിക്കും. കാണാൻ ഭംഗിക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ ആന്റി. റൂബി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ജെംസ് കൂടി ഉണ്ട്. അപ്പൊ നല്ല ഭംഗിയുണ്ടായി കാണാൻ. അയ്യോ അത് പറ്റില്ല. അതെനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതാ, കൂട്ടുകാർക്ക് കൊടുക്കാൻ. പിന്നെ അതെന്താ പറ്റാത്ത? നോക്കാൻറ്റി ഈ റൂബിയുടെ ഒരു കാര്യം. റൂബി നീ ആൾ കൊള്ളാലോ. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. കുഞ്ഞാറ്റി മനുമോളൊക്കെ ഉള്ളതല്ലേ. നീ ഒളിപ്പിച്ച് വെച്ച് ജെംസ് ഇങ്ങോട്ട് എടുത്തേ. എനിക്ക് അതുകൊണ്ട് ഒരു ഡെക്കറേഷൻ ഉണ്ട്. ആ ഡെക്കറേഷൻ കൂടെ കഴിയുമ്പോൾ കേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. എല്ലാവർക്കും കൂടിയല്ലേ. നീ ഇങ്ങോട്ട് എടുക്കടി. ആ ശരി ഇന്നാ. ദാ കേക്ക് റെഡി. ഞാൻ പറഞ്ഞ പോലെ 3 ലെയർ കേക്ക് തന്നെ റെഡിയാക്കിയിട്ടുണ്ട് വിത്ത് ജെംസ് ഡെക്കറേഷൻ. കാണാൻ തന്നെ നല്ല രസമുണ്ടായി. ഇങ്ങ് താ. കൊള്ളാം. അടിപൊളി. ആ ജെംസ് കൂടി ചേർത്തപ്പോ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഹായ് നല്ല രസം.